ഇടുക്കി അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ്. അതിനാൽ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അല്പമൊക്കെ സംഘടനാ സംവിധാനം ഇടുക്കിയിലുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായിട്ടുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം DMK അവരുടെ ഇടുക്കി ജില്ലയിലെ പിന്തുണ LDFന് നൽകിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇടുക്കിയിലെ പൂപ്പാറയിൽ ചേർന്ന DMKയുടെ ജില്ലാതല നേതൃയോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇടുക്കി ജില്ലയിൽ 22,000 അംഗങ്ങളും ഇരട്ടിയിലധികം അനുഭാവികളും ഉണ്ടെന്നാണ് DMK ജില്ലാ നേതൃത്വത്തിന്റെ അവകാശവാദം. മണ്ഡലങ്ങളിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി LDFന് പിന്തുണ നൽകാനാണ് നേതാക്കൾ തീരുമാനിച്ചത്. நமது வேட்பாளர் ஜோய்ஸ் ஜோர்ஜ் அவர்களுக்கு இடுக்கி டிஸ்ட்ரிக்ட் திராவிட முன்னேற்ற கழகத்தின் சார்பாக முழுமையாக பிന്തുണ கொடுக்க வேண்டும் என்றும் பாகத்தில் உள்ள அனைத்து மக்களுக்கும் அவர் நல்ல காரியங்களை முன்னின்று செய்வார் என்ற அறிவுரைத்தின் பேரில் இன்று நாங்கள் அவருக்கு முழு ஒத்துழைப்பு கொடுக்க தயாராக உள்ளோம். 42 பஞ்சாயத்துகளில் DMKனுடைய கமிட்டி உண்டு. கமிட்டியின் சார்பாக அவருக்கு முழு மனதுடன் வேலை செய்ய தீர்மானம் எடுக்கப்பட்டுள்ளது. ஆகவே இந்த முறை ஜோய்ஸ் ஜோர்ஜ் அவர்கள் വൻ ഭൂരിപക്ഷത്തിൽ വെற்றி പെറും என்பதை இந்த இடத்தில் தெரிவித்துக் கொள்கிறேன். പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ട് LDF നേതാക്കൾ തങ്ങളെ സമീപിച്ചിരുന്നുവെന്നും നേതാക്കൾ വ്യക്തമാക്കി. അതിർത്തി ഗ്രാമങ്ങളിലെ തമിഴ് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നതാണ് DMKയുടെ വിശ്വാസം. എന്നാൽ കേരളത്തിലും ഇടുക്കിയിലും സജീവമല്ലാത്ത DMKയുടെ പിന്തുണ LDFന് നേട്ടമുണ്ടാക്കില്ല എന്ന വിലയിരുത്തലിലാണ് മറ്റു മുന്നണി ക്യാമ്പുകൾ. ജനം, ഇടുക്കി.